ധൂർത്തും അധിക ചെലവുകളും തുടരുന്നതിനിടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3.5 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ പദ്ധതി ചെലവ് 37% മാത്രം. സംസ്ഥാനം കടക്കുന്നത് ശമ്പളവും പെൻഷനും അടക്കം വിതരണം ചെയ്യാനാകാത്ത സാഹചര്യത്തിലേക്കാണ്. പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ 130 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കേരളം കടന്നുപോകുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ. ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ നടത്തിപ്പ് പാതി പോലും പൂർത്തിയാക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പ്ലാനിംഗ് ബോർഡ് കണക്കുകൾ പ്രകാരം പദ്ധതി ചെലവുകൾക്കായി വകയിരുത്തിയ 42,653.71 കോടിയിൽ ഇതുവരെ വിനിയോഗിച്ചത് വെറും 36.69% മാത്രം. തദ്ദേശ സ്ഥാപനങ്ങൾക്കായി മാറ്റിവെച്ച 9,215 കോടിയിൽ ചെലവഴിച്ചതാകട്ടെ 32.19% മാത്രവും. അതായത് നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3.5 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഭൂരിഭാഗം പദ്ധതികളും കേരളത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നില്ലെന്ന് സാരം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ശമ്പളവും പെൻഷനും അടക്കം വിതരണം ചെയ്യാനാകാത്ത സാഹചര്യത്തിലേക്കാണ് കേരളം കടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയും പണം കണ്ടെത്തണമെന്നതാണ് സർക്കാരിന് മുന്നിലുള്ള പ്രധാന കടമ്പ. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തത് ജീവനക്കാർക്കിടയിലും വലിയ അമർഷത്തിന് കാരണമായിരിക്കുന്നു. സാമ്പത്തിക ബാധ്യത ആകാശം മുട്ട ഉയരുന്നതിലും സർക്കാരിനെ അലോസരപ്പെടുത്തുന്നത് വരും മാസങ്ങളിലെ ചെലവിന് പണം കണ്ടെത്താൻ വഴിയില്ലാത്തതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ട്രഷറി നിയന്ത്രണം കൂടുതൽ കർശനമാക്കാൻ സാധ്യതയുണ്ട്. നിത്യനിദാന ചെലവുകൾക്ക് പോലും പണമില്ലാതെ ഖജനാവ് കാലിയായ സാഹചര്യത്തിൽ ഉടൻ അടുത്ത കടമെടുപ്പിനും ഒരുങ്ങുകയാണ് സർക്കാർ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.